സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സാമ്പത്തിക ബാധ്യതയും കുടുംബ പ്രശ്നങ്ങളും കാരണം നമ്മുടെ നാട്ടിലെ ഒട്ടേറെ കുടുംബങ്ങളിൽ ഇപ്പോൾ കൂട്ടമരണങ്ങളും ആത്മഹത്യകളും സംഭവിക്കുന്നുണ്ട്. ഇത്തരമൊരു ദാരുണമായ വാർത്തയാണ് രാവിലെ കൊല്ലം പരവൂരിൽ നിന്നും വന്നത്. പരവൂരിൽ ഭാര്യയെയും മകളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു. പരവൂർ സ്വദേശി ശ്രീജുവാണ് കൂട്ടക്കൊലപാതകത്തിന് ശേഷം ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ശ്രീജുവിന്റെ ഭാര്യ പ്രീത, മകൾ ശ്രീനന്ദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മകൻ ശ്രീരാഗ് ഗുരുതരാവസ്ഥയിൽ കൊട്ടിയം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭാര്യയ്ക്കും മക്കൾക്കും വിഷം നൽകിയ ശേഷം കഴുത്തറക്കുകയായിരുന്നു. കടബാധ്യതയാണ് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പ്രീത കൈനരം പറത്ത് ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ പിള്ളേർ നമ്മുടെ പാർട്ടി പ്രവർത്തകരെല്ലാവരും കൂടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് 4 പേർക്കും മുറിവ്, 3 പേർക്ക് കഴുത്തിന് മുറിവ്. ശ്രീജു എന്ന് പറഞ്ഞാൽ ഈ പ്രീതയുടെ ഭർത്താവിന് കയ്യിൽ മുറിവായിട്ട് നിൽക്കുകയായിരുന്നു. ശ്രീതുവും നമ്മുടെ പ്രീതയും പെങ്കൊച്ചും ഏകദേശം ചലനമില്ലാതെ കിടക്കുകയായിരുന്നു. അവരെ ആംബുലൻസിൽ നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട്, കൊല്ലം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ശ്രീജുവിനെ പാരിപ്പള്ളിയിലോട്ട് ആട്ടയിൽ തന്നെ ആദ്യമേ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെല്ലാം പോയിസൻ്റെ ഒരു അംശവും കൂടെ ഉണ്ടെന്നറിഞ്ഞു. മകന് ഇത്തിരി നല്ല സീരിയസ് ആയിരുന്നു. അതിനെ നമ്മുടെ കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ഇത് ഇന്നലെ ആത്മഹത്യക്ക് ശ്രമിച്ച അവരുടെ കടയാണിത്. ഒരു സന്തോഷമായിട്ട് ജീവിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. 8:30 മണിയാകുമ്പോൾ കട അടയ്ക്കും. ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ചാണ് വീട്ടിലോട്ട് പോകുന്നത്. എല്ലാം നമ്മളറിയാൻ ചില വേറെ വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരു സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. MG മിഥുൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, പരവൂരിലെ നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ നടുക്കമുണ്ടാക്കിയ വാർത്തയാണ്. രാവിലെ ഒരു കുടുംബത്തിലെ ദുരന്ത വാർത്ത കേൾക്കുന്നു. ഭാര്യയും, അതായത് യുവതിയും മകളും മരിച്ചു. ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. മകൻ ഗുരുതരാവസ്ഥയിൽ. എന്താണ് ഈ കൂട്ട മരണത്തിന്റെ കാരണമായി പറയപ്പെടുന്നത്? കടബാധ്യത മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ടോം, രാവിലെയാണ് നാടിനെ നടക്കിയ അതിദാരുണമായ സംഭവം പുറംലോകം അറിയുകയും ചെയ്യുന്നത്. രാവിലെ ബന്ധുക്കളും ഒപ്പം തന്നെ അടുത്തുള്ള സമീപവാസികളും എത്തിയ ശേഷമാണ് ഈ ഒരു മരണവിവരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം അറിയുന്നത്, പുറംലോകം അറിയുകയും ചെയ്യുന്നത്. തുടർന്ന് വീടിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഈ മകളും ഒപ്പം തന്നെ ഭാര്യ പ്രീതുവും രണ്ടുപേരും ചലനമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. ഒപ്പം തന്നെ മകൻ ശ്രീരാഗിന് കൈ പിടിച്ചു നോക്കിയപ്പോൾ അവർക്ക് ചലനമുണ്ട് എന്ന് അറിയുകയും ചെയ്തു. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച സമീപത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മകൻ ശ്രീരാഗിനെ എത്തിക്കുകയും ചെയ്തത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീരാഗ് പുതക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. ഒപ്പം തന്നെ മകൾ ശ്രീനന്ദ പുതക്കുളം സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മകൾ ശ്രീനന്ദയും ഭാര്യ പ്രീതുവും ഉടനടി തന്നെ ആ സമയത്ത് തത്സംഗം തന്നെ മരണപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടനടി തന്നെ ഈ ഭർത്താവ് ശ്രീജുവിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഇരുവരുടെയും മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വൈകിട്ടോടു കൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും നമുക്കറിയാം, രാവിലെ ഈ ഒരു പ്രശ്നം നേരത്തെ തന്നെ ഈ സമീപവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചറിഞ്ഞപ്പോൾ പറയുന്നത് കടബാധ്യത ഉള്ളതായിട്ടുള്ള കാര്യം മാത്രമാണ് അറിയാതിട്ടുള്ളത്. പക്ഷേ അത്ര വലിയ കടമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ സന്തോഷമായി തന്നെയാണ് ഈ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. തൊട്ടടുത്ത് തന്നെ സമീപത്ത് തന്നെ ഭാര്യയ്ക്ക് ഒരു പ്രീതയ്ക്ക് വീടിനടുത്ത് തന്നെ ഒരു തുണിക്കടയും ഒപ്പം തന്നെ അടുത്ത സമീപത്തുള്ള പൂതക്കുളം സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാണ് ഈ ഭാര്യ പ്രീത. ഒപ്പം തന്നെ നേരത്തെ വിദേശത്തായിരുന്നു ഈ ശ്രീജു ജോലി ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പോൾ നിർമ്മാണ മേഖലയിലേക്ക് നാട്ടിലെത്തിയതിനു ശേഷം നിർമ്മാണ മേഖലയിലെ ചില ജോലികൾ ചെയ്തു വരികയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഭാര്യ ഈ പ്രീതയ്ക്ക് ക്യാൻസർ രോഗം അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല. നേരത്തെ ഈ ശ്രീജു വിദേശത്തായിരുന്നു, പിന്നീട് ഇപ്പോൾ തൊഴിലെടുത്ത് ജീവിക്കുന്നു. എങ്ങനെയാണ് ഈ കുടുംബത്തിന് കടബാധ്യത വന്നത്? അത് മാത്രം ഒരു കാരണമാണോ ഇങ്ങനൊരു ഒരു കൂട്ട കൊലപാതകത്തിന്? ഈ കടബാധ്യത മാത്രം ഒരു കാരണമാകുമോ? മറ്റെന്തെങ്കിലും ദുരൂഹത നാട്ടുകാരും ബന്ധുക്കളും സംശയിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. പക്ഷെ പോലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ
തിരിച്ചറിഞ്ഞപ്പോൾ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാഥമിക നിരീക്ഷണത്തിൽ ഈ ഒരു കടബാധ്യത തന്നെയാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്ന ഒരു കാര്യം തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ്. നേരത്തെ തന്നെ പോലീസ് എത്തുകയും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലും ഒപ്പം തന്നെ രാവിലെ ഈ വിവരം അറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളനുസരിച്ചാണ് പ്രാഥമിക റിപ്പോർട്ട് പോലീസ് ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്, വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹ സംഭവം ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുണിക്കടയിൽ, അതായത് സമീപ പ്രദേശത്ത് ഒരു തുണിക്കട ഈ പ്രീതയ്ക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ പുതക്കുളം സർവീസ് സഹകരണ ബാങ്കിലെ ഏജന്റ് കൂടിയായിരുന്നു പ്രീത. അത്തരത്തിൽ നാട്ടുകാരുമൊക്കെ തന്നെ കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം കൂടിയായിരുന്നു ഇവരുടേത്. അത്തരത്തിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഇതുവരെയും നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല. ബന്ധുക്കളും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരു പരാമർശം തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ കടബാധ്യത ഉണ്ട് എങ്കിൽ അത് തങ്ങൾ അറിഞ്ഞേനേയും എന്നുള്ളൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും വിഷയമുണ്ടോ, അതിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ടോ തുടങ്ങിയ കാര്യത്തിൽ പോലീസിനെ സമീപിച്ച് കൂടുതൽ തുടരന്വേഷണത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ കടബാധ്യതയാണ്. ഒപ്പം തന്നെ പ്രീതയ്ക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അതിൽ മണങ്ങുകൊണ്ടാണോ ഇത്തരത്തിൽ ഒരു കൂട്ടക്കൊലയിലേക്ക് അല്ലെങ്കിൽ ഈ ഭാര്യയും ഒപ്പം തന്നെ മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചപ്പോൾ തന്നെ സമീപകാലത്തൊക്കെ തന്നെ ഈ കൊല്ലം ജില്ലയെ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ സമീപ ജില്ലകളിലെല്ലാം തന്നെ സംസ്ഥാനത്തുടനീളം തന്നെ ഇത്തരത്തിൽ കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നതും ഒപ്പം തന്നെ കുടുംബത്തെയും മക്കളെയും ഭാര്യയും കൊലപ്പെടുത്തിയ ശേഷം കുടുംബനാഥൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. അത്തരത്തിലുള്ള പല വാർത്തകളും തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. സമീപകാലത്തും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പോലും തന്നെ ഒരു ഈ കുടുംബത്തിന് ഈ ഭാര്യയ്ക്ക് മറ്റൊരു അവർ രോഗാവസ്ഥയിലായിരുന്നു, അതിൻ്റെ ഒരു മനോവിഷമം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സമാനമായൊരു സംഭവം ഇതിന് ഓർമ്മ വരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് 2 മാസം മുൻപാണ് ആലപ്പുഴയിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ക്യാൻസർ രോഗമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മനോവിഷമത്തിൽ കുഞ്ഞുങ്ങളെയും കുട്ടി 2 ചെറിയ കുട്ടികളെയും കുട്ടി യുവാക്കൾ, അതായത് ദമ്പതികൾ ജീവനൊടുക്കിയ സംഭവം നമ്മളേറെ വേദനയോടെ ആണ് ആ വാർത്ത നമ്മൾ കേട്ടത്. അതുപോലത്തെ ഒരു വിഷയമായിരിക്കുമോ? കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ച് ഇത് കടബാധ്യതയ്ക്കപ്പുറം അവരെ അലട്ടിയിരുന്ന മറ്റെന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു. ആരുമായി അവർ ഇതുവരെയും ഇത്തരം കാര്യങ്ങളൊന്നും ആരോടും പങ്കുവച്ചിരുന്നില്ലേ? പ്രത്യേകിച്ചും കൊച്ചു കുട്ടികളെ, 2 കുഞ്ഞുങ്ങളെ പോലും ഈ കൊലപ്പെടുത്തുന്നു. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? ടോം, അതുതന്നെയാണ് നാട്ടുകാരും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും പറയുന്നതനുസരിച്ച് ഇക്കാര്യങ്ങളൊന്നും തന്നെ നേരത്തെ തന്നെ ഇവരുമായി പങ്കുവെക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടുള്ള യാതൊരുവിധ അറിവും ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള ആളുകൾക്കോ ബന്ധുമിത്രാദികൾക്കോ ഒന്നും തന്നെ അത്തരത്തിലുള്ള സൂചന പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇക്കാര്യങ്ങളൊന്നും തന്നെ ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രീതയ്ക്ക് ക്യാൻസർ രോഗമുണ്ട് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ മാത്രമാണ്, അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് സംബന്ധിച്ചുള്ള യാതൊരുവിധ റിപ്പോർട്ടുകളോ മെഡിക്കൽ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണോ ഈ ഒരു മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഈ 2 പിഞ്ചു കുട്ടികളെയും ഒപ്പം തന്നെ ഭാര്യയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇദ്ദേഹം എത്തിയത് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും രാവിലെ തന്നെ തൽക്ഷണം തന്നെ നമുക്കറിയാം വിഷം നൽകിയതിനു ശേഷമാണ് ഈ കുട്ടികൾക്ക് 2 പേർക്കും ഒപ്പം തന്നെ ഭാര്യയ്ക്കും വിഷം നൽകിയതിനു ശേഷമാണ് കഴുത്തറുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. 3 പേരെയും കഴുത്തറുത്തതിനു ശേഷം താൻ കൈ ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ആയിരുന്നു ഭർത്താവ് ശ്രീജു ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ തുടർന്ന് തന്നെ ആ തൽക്ഷണം തന്നെ നാട്ടുകാർ എത്തിയതിനോട് തുടർന്നാണ് ഈ ഒരു 2 പേരെയെങ്കിലും ജീവൻ രക്ഷിക്കാനായത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കൊട്ടിയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ മകൻ ശ്രീരാഗ് ഉള്ളത്. ശ്രീരാഗിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ശ്രീജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്രീജുവിന്റെ നില തൃപ്തികരമാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടുതൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. വൈകിട്ടോടുകൂടി ഇത്
സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഇതിൽ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്? അത് കടബാധ്യത തന്നെയാണോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. പോലീസ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായി പറയുന്നത് കടബാധ്യത ഉണ്ട്, വലിയ കട ഈ ശ്രീജുവിനുണ്ട്. അത് വീട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് തിരികെ നാട്ടിലേക്ക് വന്ന നിർമ്മാണ ജോലികൾ എത്തിയത്. വിദേശത്ത് ജോലി പോകാനുണ്ടായ സാഹചര്യം അതോ നിർത്തി വന്നതാണോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടതായിട്ട്. ഏതെങ്കിലും തരത്തിൽ ജോലി പോയതിനു ശേഷമാണോ ഈ ഒരു കടം കൂടിയത് കുടുംബത്തിന് എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും സമീപകാലത്താണ് ഈ പ്രീതയ്ക്ക് വീടിനടുത്ത് തന്നെ ഒരു തുണിക്കട ആരംഭിക്കുകയും ചെയ്യുന്നത്. വിവരം നൽകിയത് മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക ബാധ്യതയ്ക്കപ്പുറം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കുടുംബത്തെ അലട്ടിയിരുന്നോ, ഇക്കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കൊല്ലം പരവൂരിൽ നിന്നുമേറെ വിഷമിപ്പിക്കുന്ന ഒരു കുടുംബത്തിന്റെ ദുരന്ത വാർത്തയാണ് രാവിലെ കേൾക്കാൻ കഴിഞ്ഞത്.